നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തും? ഞങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും വഴിയുണ്ടോ? എന്നാലും ഞങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ മറന്നു പോവാണ്. അപ്പൊ അതിനെന്ത് ചെയ്യും? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നെ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകൂല. ഫസൽ സാറാണ്. SLC ഫുൾ A+ന് വേണ്ടിയിട്ടും ഫുൾ മാർക്കിന് വേണ്ടിയിട്ടും വളരെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് സമയം വായിക്കുന്നുണ്ട്, ഒരുപാട് സമയം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, പുസ്തകവുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് പലപ്പോഴും നേടാൻ പറ്റുന്നുണ്ടോ? എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം മറന്നു പോകുന്നുണ്ട്. അതുപോലെ മാർക്ക് കുറച്ചൊക്കെ കുറവാണ്, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ ഫുൾ A+ നേടുക? നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തും? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അപ്പം നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവോയ്ഡ് ഫ്ലുവൻസി ഇല്യൂഷൻ എന്നുള്ളത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തോ വലിയൊരു സംഭവമാണെന്ന് തോന്നും. പക്ഷേ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണത്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ചാപ്റ്റർ മുഴുവൻ വായിച്ചു, പറഞ്ഞ ശ്രദ്ധിക്കണേ, ചാപ്റ്റർ മുഴുവൻ വായിച്ചു. നിങ്ങളെ വിചാരം എന്താണെന്ന് അറിയും, ഞാനത് മുഴുവൻ പഠിച്ചു എന്നാണ്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ആ ചാപ്റ്റർ വായിക്കുന്നതിലൂടെ വെറും ഒരു 50% മാത്രമേ നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 60%. ഓരോരുത്തരുടെ മെമ്മറിക്ക് അനുസരിച്ച് ചെറുതായിട്ടൊക്കെ മാറും. അതിൽ എത്രത്തോളം നിങ്ങൾക്കൊരു പേപ്പറിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എക്സാം ഹാളിൽ എത്രത്തോളം ഓർമ്മ വരും, വളരെ കുറവാണ്. അതെങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റുക? അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ അവോയ്ഡ് ഫ്ലുവൻസി ഇല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിച്ചതെല്ലാം പഠിച്ചു എന്നല്ല അർത്ഥം. വായിക്കുന്നതൊന്നും ഓർമ്മയിൽ നിന്നോളുന്നില്ല. അത് മറികടക്കാനുള്ള 1-2 ചെപ്പടി വിദ്യകൾ ഞാൻ പറഞ്ഞു തരാം. അണ്ടർസ്റ്റാൻഡ് സ്പേസിംഗ് എഫക്റ്റ്. ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പല ഭാഗങ്ങളാക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ സീസൺസ് ആൻഡ് ടൈമാണ്. അതിന് നിങ്ങൾക്കൊരു 3 ഭാഗമോ അല്ലെങ്കിൽ 4 ഭാഗമോ ആക്കി മാറ്റാൻ പറ്റും, 4 പാർട്ടാക്കി മാറ്റാൻ പറ്റും. ഏതൊരു ചാപ്റ്ററിനെയും അതിലെ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ അതിലെ ടോപ്പിക്കിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുറിക്കാൻ പറ്റും. അങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചിട്ട് വേണം പഠിക്കാൻ. എന്നാൽ നിങ്ങൾക്ക് റിവിഷൻ എളുപ്പമാവും. സ്പേസിംഗ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഗങ്ങളാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓരോ ഭാഗത്തിനും വേണ്ടി ഒരു ½ ആൻ അവർ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് അത് പഠിച്ച ശേഷം നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വായനയാണ്. ആ വായിച്ച ശേഷം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടെ വായിച്ചു നോക്കണം. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയണം, ഞാനത് പഠിച്ചിട്ടുണ്ട്, എനിക്കതിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിവിഷൻ നടത്തണം, ഓരോ പാർട്ട് വൈസ് ആയിട്ട് തിരിച്ചിട്ട്. അല്ലാതെ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് വായിച്ച ശേഷം റിവിഷന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിച്ചതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിട്ടുണ്ടാവും, ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, നിങ്ങൾ ഈ 2 മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അണ്ടർസ്റ്റാൻഡ് സ്പേസിംഗ് എഫക്റ്റിനോട് ഉദ്ദേശിക്കുന്നത് ഭാഗങ്ങളാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓരോ ഭാഗങ്ങളാക്കി മുറിച്ച് മാറ്റുക, എന്നിട്ട് അതിനെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. സർ, അതിനുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ, ഞങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും വഴിയുണ്ടോ? അതിനുണ്ട് വഴി. ടെസ്റ്റ് യുവർ സെൽഫ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എക്സാം പേപ്പർ കിട്ടി അല്ലെങ്കിൽ വല്ല ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആരോ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മളത് എടുത്ത് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ വായിച്ച കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പേപ്പറിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന്. എന്നാലല്ലേ മാർക്ക് വീഴത്തുള്ളൂ. അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യൽ 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തു നോക്കുക, വായിച്ചതൊക്കെ ഓർമ്മയുണ്ട്, അതിൻ്റെ ആൻസർ ഇതായിരുന്നു, ആ ഭാഗത്ത് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടെസ്റ്റിംഗ് എന്നുള്ളത് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി നോക്കാം. നമ്മൾ എഴുതിയതും ബുക്കിലുള്ള കാര്യങ്ങളും തമ്മിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാന്ത് പിടിക്കും. കാരണം എന്താണെന്നറിയോ, അയ്യോ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ എന്ന്. ചിലപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കൂടും, കാരണം നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് എഴുതാൻ പറ്റി. അപ്പോൾ ആദ്യത്തെ ടീമിനോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ആയിട്ടില്ല, ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊന്ന് ഉറപ്പിക്കുക, വീണ്ടും ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1 തവണ 2 തവണയൊക്കെ ചിലപ്പോൾ നമ്മൾ തോറ്റു പോവും. അതുകൊണ്ട് ഇത് നിരാശപ്പെടേണ്ട കാര്യമല്ല, മുന്നോട്ട് പോകാൻ വേണം, വീണ്ടും ട്രൈ ചെയ്യുക, ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകും. ഇതങ്ങ് ശീലമാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ടെസ്റ്റ് യുവർ സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് ഒന്നെങ്കിൽ മനസ്സിൽ കാണുക, മനസ്സിൽ കാണുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒന്ന് എഴുതുന്നതാണ്. പേപ്പർ എടുത്തിട്ട് പെൻ എടുത്ത് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ സർ, എന്നാലും ഞങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ മറന്നു പോവാണ്, അപ്പൊ അതിനെന്ത് ചെയ്യും? അതിനുണ്ടോ സൊല്യൂഷൻ? അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇനിയും മറന്നു പോകുന്നവർക്ക് അവസാനത്തൊരു അടിയും കൂടി അടിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ സ്പേസിങ് എഫക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നൊക്കെ ഉറപ്പിച്ചു, മനസ്സിലുണ്ട് കുറേ കാര്യങ്ങൾ, അതൊന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? എന്നാലല്ലേ എക്സാമിന് നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്നുള്ളത് നിങ്ങളുടെ ക്ലാസ്സിൽപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട് ആർക്കെങ്കിലും ഈ സബ്ജക്റ്റ് പഠിച്ച സബ്ജക്റ്റ് ഒന്ന് കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളങ്ങ് പഠിപ്പിക്കുക. നിങ്ങളൊരു ടീച്ചറായിട്ട് മാറുക, നിങ്ങൾ ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എടാ നീ ആ ചാപ്റ്റർ പഠിച്ചു, ഒന്ന് വന്നേ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളത് മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായി? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നതിലൂടെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്, നിങ്ങളത് ഉറപ്പിക്കുകയാണ്, മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്പേസ് ഇട്ട് ഓരോന്നോരോന്ന് വായിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, മറ്റൊരാളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നെ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. 100% ഗ്യാരണ്ടി തരാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല ടയേർഡാവും, ക്ഷീണം വരും. അപ്പം എന്താ ചെയ്യുക? മക്കളോട് അവസാനമായിട്ട് പറയാനുള്ളത്, ഉറക്കം എന്നത് വളരെ പ്രധാനമാണ്. അത് ഒഴിവാക്കിയിരുന്ന ഒരിക്കലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യരുത്. ശരീരത്തിന് റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. മേൽ പറഞ്ഞ 4 കാര്യങ്ങൾ, സ്പേസിങ് എഫക്റ്റ് അഥവാ നിങ്ങൾ ഭാഗങ്ങളാക്കിയിരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്ലുവൻസി ഇല്യൂഷൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വായിക്കുമ്പോഴേക്കും ഞാനതെല്ലാം പഠിച്ചു എന്നുള്ള കോൺഫിഡൻസ് നല്ലതല്ല, പണി കിട്ടും. പിന്നെ പറഞ്ഞത് ടെസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ടീച്ച് അതേഴ്സ്, മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്നും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ശരീരം നമ്മളോട് ആവശ്യപ്പെടും, ഒന്ന് പോയി ഉറങ്ങിടും, എനിക്ക് കുറച്ച് റെസ്റ്റ് ഇതാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പോയി ഉറങ്ങിയേ മതിയാവും. മിനിമം 7 മണിക്കൂറെങ്കിലും എൻ്റെ മക്കൾ ഉറങ്ങണം. ഉറക്കം ഒരു ജോലിയാക്കി മാറ്റി ചെയ്യരുത്. അതും കൂടെ പറയാനുണ്ട്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ഉറക്കം എന്നാ പറഞ്ഞത്. കൂടുതൽ ഉറങ്ങിയാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു മിനിമം 7 മണിക്കൂറെങ്കിലും എൻ്റെ മക്കൾ ഉറങ്ങണം. ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് വിശ്രമം എന്നുള്ളത്. ഓക്കെ, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്ക ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും നിങ്ങൾക്ക് ഈസിയാക്കാൻ പറ്റും. അതിലൊരു സംശയവും വേണ്ട. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്, എയ്ഗണിൻ്റെ ഗ്യാരണ്ടിയാണ്. എല്ലാത്തിനും എയ്ഗൺ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഇതുപോലുള്ള ടിപ്സ് ആയാലും ട്രിക്സ് ആയാലും കോൺഫിഡൻസ് തരാനും പഠിക്കാനുള്ള മെത്തേഡ്സ് പറഞ്ഞു തരാനും എന്നും എയ്ഗൺ കൂടെ ഉണ്ടാവും. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഫുൾ A+, ഫുൾ മാർക്കൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ എയ്ഗണോടൊപ്പം ഈ വർഷത്തെ SLC ഫുൾ A+ നമ്മൾ നേടിയെടുത്തിരിക്കും. താങ്ക് യു, ബൈ, സി യു.